ഗാസയിൽ നല്ല ഡെവലപ്മെൻറ്റ്സ് ആണ് ഉണ്ടാകുന്നത് ഓരോ സമയം. അതായത് ഓരോ മണിക്കൂറിലും ഡെവലപ്മെൻറ്റ്സ്. ശരിക്കും ഇസ്രായേലി ഫോഴ്സ് റഫ എന്ന് പറഞ്ഞ സാധനം പിടിച്ചെടുത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, മലയാളത്തിലെ ദുൽഖർ ഓൾ ഐസ് ടു റഫ എന്ന് പറഞ്ഞൊരു സംഭവം. അതൊരു വിട്ടുമാറിപ്പോയതാണ്. സീസ്ഫയറിന്റെ ഭാഗമായിട്ട് ഈ റഫ തിരിച്ചു പിടിച്ചു. ഇതിനകത്ത് 2-3 ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഇസ്രായേലി ഗവൺമെന്റും ഹമാസുമായിട്ട് നടത്തിയ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്ന സ്വാപ്പ് ഡീല്. അപ്പം അതിനകത്ത് ഏകദേശം ഹമാസും പലസ്തീൻകാരുമായിട്ടുള്ള 250ഓളം പേരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തു റഫയിൽ വെച്ച്. അതിൻ്റെ റിപ്പോർട്ട് വരുന്നത് അവിടെയുള്ള വ്ളോഗേഴ്സ്, ഇസ്രായേലി വ്ളോഗേഴ്സാണ് ഇത് പറയുന്നത്. ഈ റഫ പിടിച്ചെടുത്ത സമയത്ത് ഇവരെയും കൈയോടെ കിട്ടി. ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും ഹമാസിൻ്റെ നേതാക്കളും വലിയ പ്രശ്നക്കാരൊക്കെ അതിൻ്റെ പേരിലാണ് ഇവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നത്. അവരെ അറസ്റ്റ് ചെയ്തു. അവർ തന്നെ ഇസ്രായേലി ഫോഴ്സിനോട് വന്നു. അവരുടെ കൂടെ വന്ന പലരെയും ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ അറ്റാക്കിൽ പലരും തീർന്നുപോയി. വീണ്ടും അവർ ഹമാസിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ആക്ടിവിറ്റീസായിട്ട് പോയ സമയത്താണ് വീണ്ടും ഇസ്രായേലെ അറ്റാക്ക് ചെയ്യുന്നത്. ആ ബോംബിങ്ങിൽ പല ആൾക്കാരും കൊല്ലപ്പെട്ടു. ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്, അവിടെ റെഡ് ക്രോസ് വോളണ്ടിയേഴ്സ് ഉണ്ട്. ഈ സ്വാപ്പായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് റെഡ് ക്രോസ് വോളണ്ടിയേഴ്സാണ് അവിടെയുള്ള ബന്ദികൾ ഇസ്രായേലിന് കൈമാറുന്നതും ഈ പാലസ്റ്റീൻകാരെ, അതായത് ഹമാസിൻ്റെ ആൾക്കാരെ ഹമാസിന് തിരിച്ചു കൊടുക്കുന്നതും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഒരു ഗ്ലോബൽ വിഷയമായിട്ട് മാറി. അപ്പം അവരുടെ ഒരു വാഹനം, ഒരു ആംബുലൻസ് ഈ റഫ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് അപ്പം 3 ചെക്ക് പോയിന്റ് ഉണ്ടായിരുന്നു ഇസ്രായേലിൽ ആ വണ്ടി വരുന്നതിന്. അപ്പം ആദ്യത്തെ ചെക്ക് പോയിന്റിൽ അവർ നിർത്തിയില്ല, അവർ വാൺ ചെയ്തു. രണ്ടാമത്തെ ചെക്ക് പോയിന്റിൽ വീണ്ടും അവർ വാൺ ചെയ്ത് നിർത്തിയില്ല. മൂന്നാമത്തെ ചെക്ക് പോയിന്റിൽ അവിടെ ചെക്കിംഗ് ഉണ്ട്. ആ ചെക്കിംഗ് നടത്തുന്നത് ബേസിക്കലി ഈ റോബോട്ടാണ്, യന്ത്ര മനുഷ്യരാണ് ആദ്യം പോയി ചെക്ക് ചെയ്യും. അതിനുശേഷം നായ്ക്കൾ, അത് സ്നിപ്പർ ഡോഗ്സ് അതിൻ്റെ കൂടെ പോയിട്ട് അവരും കൂടെ ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് ഇസ്രായേലി പട്ടാളം അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി. കാരണം അവിടെ പല അനുഭവങ്ങളുണ്ടായി. ഇതേപോലെ ആംബുലൻസിനകത്ത് UN-ന്റെ ആംബുലൻസ്, വേൾഡ് കിച്ചൺ ആംബുലൻസ്, ഇതിനകത്തൊക്കെ വെപ്പൺസ് എക്സ്പ്ലോസീവ് ഒക്കെ സഹായിക്കാൻ വേണ്ടി ഇവർ പല ആവർത്തി ഉണ്ടായി. പലയിടത്തും ബോംബിംഗ് ഉണ്ടായി, പല ആൾക്കാരും കൊല്ലപ്പെട്ടു. ഈ റെഡ് ക്രോസ് വോളണ്ടിയേഴ്സിനകത്ത് പോലും ഈ ഹമാസിൻ്റെ ആൾക്കാരുണ്ട്. അപ്പം അവരുപയോഗിക്കുന്ന ഓരോ ടാക്റ്റിക്കാണ് റെഡ് ക്രോസിൻ്റെ ആംബുലൻസ്, UN-ന്റെ ആംബുലൻസ്, മറ്റ് രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്ന ഇൻ്റർനാഷണൽ വോളണ്ടിയേഴ്സ് അതിൻ്റെ ആംബുലൻസിനകത്തൊക്കെ വെപ്പൺസും അതേപോലെ ആൾക്കാരെ എക്സ്പ്ലോസീവ് അവിടുന്ന് ഇങ്ങോട്ടൊക്കെ കടത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം മൂന്നാമത്തെ ചെക്ക് പോയിന്റിൽ ഈ യന്ത്രമനുഷ്യൻ വരുന്ന സമയത്ത് അതിനെ ഇടിച്ചു മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ ഈ വാഹനം ശ്രമിച്ച സമയത്ത് ഇസ്രായേലി ഫോഴ്സ് ഫയർ ചെയ്തു. ആ ഫയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 15ഓളം റെഡ് ക്രോസ് വോളണ്ടിയേഴ്സ് കൊല്ലപ്പെട്ടു. റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇവരെ പലയിടത്തും ഇസ്രായേലി ഫോഴ്സ് ഇവരുടെ ഡെഡ് ബോഡിയൊക്കെ എടുത്തു. നോക്കിയ ശേഷം പലരെ ഐഡന്റിഫൈ ചെയ്തത് റെഡ് ക്രോസ് വോളണ്ടിയേഴ്സ് ആയിട്ട് ഈ 15 പേരിൽ 14 പേരും ഹമാസിൻ്റെ ആൾക്കാരാണ്. ഇതാണ് ഞാൻ ഈ പല ആവർത്തി പറയുന്നത്. ഇതിനകത്ത് മുഴുവൻ ഹമാസിൻ്റെ ആൾക്കാരാണ്. ഇവർ റെഡ് ക്രോസ് വോളണ്ടിയേഴ്സും ഈ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. ഇവരുടെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെ ഹമാസിനെ സഹായിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഗവൺമെൻറ്, അതായത് റഫ അറ്റാക്ക് പിടിച്ചെടുക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ അറബിയിലും അവിടുത്തെ ഇസ്രായേലി ഭാഷയിലും അറബിക് ഭാഷയിലും അവിടെ പാംപ്ലെറ്റ് വിതരണം ചെയ്ത് ഹെലികോപ്റ്ററിൽ. കാരണം അവിടെ വിട്ടുമാറിപ്പോകാൻ പറഞ്ഞു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇവരെ മുഴുവനും മൂലയ്ക്കാക്കിയിട്ട് ഫിലഡൽഫിയ കോറിഡോറിൻ്റെ അവിടെ കൊടുത്തിട്ട് ഈജിപ്തിലോട്ട് കയറ്റി വിടുകയാണ് സംഭവം. അപ്പോൾ അവർ മാറിപ്പോകാൻ പറഞ്ഞിട്ട് അവർ മാറിപ്പോയില്ല. കാരണം അവരുടെ മേളിൽ പ്രഷറുണ്ട്, ഹമാസിൻ്റെ പ്രഷർ. കാരണം അവിടുന്ന് മാറിപ്പോകരുത്. കാരണം ഹമാസിനറിയാം ഇവരെ മുഴുവൻ എടുത്ത് കളയാൻ പോവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഡിസ്കഷൻ നടക്കുന്നു. ആദ്യമായിട്ട് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് പെട്ടെന്ന് സ്ട്രൈക്ക് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. മനസ്സിലാക്കുക, പ്രസിഡന്റ് ട്രംപ് വന്ന ശേഷം ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിന് യാതൊരു വെയിറ്റേജും ഇല്ല ഇന്റർനാഷണൽ വോയിസിൽ. കാരണം ഒന്നാമത് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റ്. കാരണം അവിടെ
ആർക്കും ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. ആര് ഭരിക്കണമെന്ന് പോലും ഒരു തീരുമാനമായിട്ടില്ല. രണ്ടാമത്, ജനങ്ങളുടെ പോപ്പുലാരിറ്റി കുറഞ്ഞൊരു പ്രസിഡന്റ്. കാരണം അവിടെയുള്ള ഫ്രഞ്ച് ജനതയ്ക്ക് ഈ സെൻട്രിസ്റ്റായ മാക്രോണിന് നേരത്തെ ഉണ്ടായിരുന്ന ആ വിശ്വാസം ഉണ്ടായിട്ടില്ല. ഇതെല്ലാ ഫാക്ടേഴ്സും നമ്മൾ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ, ഇപ്പം ആദ്യമായിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ എതിർക്കുകയാണ് ഫ്രാൻസിൽ. കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രഞ്ച് പ്രസിഡന്റ് ഇത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുണ്ടായ കാരണം സിറിയയുടെ പുതിയതായിട്ട് വന്നയാള് അൽ ഷഹരി, അയാളുടെ കൂടെ ഇരുന്നിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇവിടൊക്കെ ശ്രദ്ധിച്ചോണം, ഈ ഫ്രഞ്ച് പ്രസിഡന്റ് സിറിയയ്ക്ക് വേണ്ടി ഈ ഇസ്രായേല് അവിടെ നടത്തിയ ആക്രമണത്തിൽ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല, ഭയന്നിട്ട്. കാരണം അപ്പുറത്ത് ട്രംപ് ഇരിക്കുകയുള്ളൂ. അതായത് ഇവിടെ ഒക്കെ മനസ്സിലാക്കേണ്ട ജിയോ പൊളിറ്റിക്സിനകത്ത് ട്രംപ് വന്ന ശേഷം ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊന്നും ഈ പഴയ പോലെ താല്പര്യമൊന്നുമില്ല അറബിക് രാജ്യങ്ങൾ അവിടുത്തെ ഇഷ്യൂമായിട്ടൊന്നും. അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ പൊളിറ്റീഷ്യൻസ്, സെൻട്രിസ്റ്റ്, അവിടുത്തെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ലെഫ്റ്റ് ലിബറൽസും ഓരോ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഫ്രാൻസ് തന്നെ ഇസ്ലാമിക ടെററിസത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ പോലും പാടുപെടുന്ന രാജ്യമാണ്. അവിടെ സ്റ്റാബിങ്ങും മറ്റ് സംഭവങ്ങളൊക്കെ സ്ഥിരമായിട്ട് നടക്കുകയാണ്. കാരണം ജനങ്ങൾ തന്നെ വെറുക്കുകയാണ് ഇസ്ലാമിക ടെററിസം. അതിനകത്ത് ഈ ഹമാസിനെ ഇതിനൊക്കെ പിന്തുണയ്ക്കുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ ഒന്നടങ്കം ആ ഭരിക്കുന്ന രാജ്യത്തിനെതിരെയായി പോകും. അപ്പൊ ഇതിനകത്ത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അറബിക് രാജ്യങ്ങളാണെങ്കിലും നിശബ്ദമായിരിക്കുന്നത്. ഹമാസിന് വേണ്ടി ഒന്നും ആരും ശബ്ദിക്കുന്ന പോലുമില്ല. ഞാൻ ഈ പല സ്റ്റേറ്റ്മെന്റ് പല രാജ്യത്തെ എടുത്ത് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഇസ്രായേലി സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നിശബ്ദത. നേരത്തെ അങ്ങനെയല്ലായിരുന്നു, ഇപ്പോഴും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കും. അത് പൂർണ്ണമായിട്ടും നിലച്ച്. ആദ്യമായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ തന്നെ ഫ്രഞ്ച് സോഷ്യൽ മീഡിയയിൽ ഈ ഇമാനുവൽ മാക്രോനെ അങ്ങ് അലക്കുക. അയാളുടെ പാർട്ടിക്കാർ, സെൻട്രിസ്റ്റ് പാർട്ടിക്കാർ പോലും അയാളെ എതിർക്കുകയാണ്. കാരണം എല്ലാവർക്കും ഈ ഇസ്ലാമിക ടെററിസം എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ത്രെട്ടായിട്ട് അങ്ങ് മാറി. കാരണം ഫ്രാൻസ് വന്നപ്പോൾ ശരിക്കും ഒരു ഹാൻഡിക്യാപ്ഡ്, ജർമ്മനി ഹാൻഡിക്യാപ്ഡ്, മറ്റുള്ള രാജ്യങ്ങൾ ഹാൻഡിക്യാപ്ഡ്. ഈ രാജ്യങ്ങളെല്ലാം ഇവരെയൊക്കെ എങ്ങനെ പുറത്താക്കണമെന്ന നിലയിൽ നിൽക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആ സ്റ്റേറ്റ്മെന്റിന് പോലും ഒരു വാല്യൂ ഇല്ലാതായിപ്പോൾ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ മുമ്പോട്ട് കയറുകയാണ്. ഒഴിഞ്ഞ സ്ഥലങ്ങൾ അവർ തിരിച്ചു പിടിച്ചു. അത് ഇനി ഖാൻ യൂണിസിലോട്ട് അതിൻ്റെ സൈഡിലോട്ട് ക്യാപ്ചർ ചെയ്യുകയാണ്. അതായത് പൂർണ്ണമായിട്ടും ഹമാസിനെ അവിടുന്ന് ഇറക്കി നശിപ്പിച്ച് വിടാൻ തന്നെയാണ് പരിപാടി. ഈ സമയത്താണ് ഹമാസിൻ്റെ ആഹാരമില്ല, മരുന്നുമില്ല, ഒന്നുമില്ല, ജനങ്ങളും പട്ടിണിയിൽ. ഇവിടെയാണ് അവർ കൗണ്ടറായിട്ട് ഹമാസിനെതിരെ പ്രതിഷേധം നടത്തി ഇവരെ കൊല്ലാൻ നോക്കുന്നത്. അവിടെയുള്ള ജനങ്ങളും എതിരായി. എല്ലാം കൂടെ കൂട്ടി യോജിക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇസ്രായേൽ ഇത് ക്യാപ്ചർ ചെയ്യും പൂർണ്ണമായിട്ടും. ചിലപ്പോൾ ഇതോടുകൂടി ഹമാസ് എന്ന് പറഞ്ഞ സാധനം എന്നേക്കുമായിട്ടില്ല. അതേപോലെ ഈ കള്ള യൂണിഫോം ഇട്ട് നടക്കുന്ന ഹമാസുകാർ, റെഡ് ക്രോസ്, UN, അവനും ഇതോടുകൂടി ഈ ഭൂമുഖത്തൊന്നും ഇല്ലാതായി മാറും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് എടുത്തിടുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്.
അപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.